ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അവിടെയൊക്കെ മഴ എങ്ങനെയുണ്ട്? മഴ നന്നായി കുറഞ്ഞോ? എങ്ങനെയുണ്ട്? ഞങ്ങളുടെ അവിടെ നന്നായി മഴ കുറഞ്ഞു. മഴ വളരെ കുറവായിരുന്നു എന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു 7 മണി കഴിഞ്ഞപ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ അവധിയാണ്. സ്കൂള് മഴ കാരണം അവധി പ്രഖ്യാപിച്ചു. അപ്പോൾ അവധിയാണ്. നിങ്ങളുടെ അവിടെ എല്ലാവരുടെയും അവധി തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്ന് പുറത്തോട്ടൊക്കെ ചെന്നിരുന്നു. ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് മഴയില്ലാത്തൊരു ദിവസം ഇങ്ങനെ കാണണേ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും പിന്നെ തേങ്ങാ ചമ്മന്തിയും കൂടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേദിവസം ഞാൻ ഉച്ചയ്ക്ക് സാമ്പാറും കറിയും വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാവിലെ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാർ എടുത്തത്. അല്ലെങ്കിൽ സാധാരണ ഒരു ചട്നിയാണ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കുക. അതിന് റോസൂനാണെങ്കിൽ തേങ്ങാ ചമ്മന്തി വലിയ താല്പര്യമൊന്നുമില്ല. അവൾക്ക് തക്കാളി ചമ്മന്തിയാണ് ഏറ്റവും ഇഷ്ടം. ഇസയ്ക്കാണെങ്കിൽ തേങ്ങാ ചമ്മന്തിയാണ്. രണ്ടുപേർക്ക് രണ്ട് ടേസ്റ്റ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടായിരുന്ന കാരണം ഇന്ന് രക്ഷപ്പെട്ടു. അപ്പം ഞാൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. സമയം 9 മണിയായി. പലരും ഇങ്ങനെ സമയം വീഡിയോയിൽ എപ്പോഴും ചോദിക്കും, റുട്ടീൻ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടം അങ്ങനെ പറയണത്. പക്ഷേ ചില നേരത്തെ ഞാൻ വിട്ടുപോയിട്ടു. അപ്പോൾ അതേ പുറത്ത് ചെറുതായി ഒന്ന് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സമയം 9:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അധികം സമയം കളഞ്ഞില്ല, വേഗം റൂമിലോട്ട് വന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് ഏതാണ്? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ റൂമിൽ ഇരിക്കാനാണ്. ഇവിടെയാണ് ഞാൻ റിലാക്സ് ചെയ്യുന്നതും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. ഇവിടെയാണ് ഞാൻ മേക്ക് ഓവർ ചെയ്യാറുള്ളത് ഏറ്റവും കൂടുതലും. കാരണം മക്കളായാലും ഒക്കെ ഇവിടെ വന്നിരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളൊരു യെല്ലോ കളർ റൂം മേക്ക് ഓവർ ചെയ്തിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മേക്ക് ഓവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കണ്ടു നോക്കാം കേട്ടോ മേക്ക് ഓവർ. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്യാം. ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ DIY ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് നിങ്ങൾക്കറിയാം. ഗ്ലാസ് ബോട്ടിൽസോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഇതിന്മയോ അല്ലെങ്കിൽ ഡബ്ബകളുമൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ കൂടുതലും ക്രാഫ്റ്റൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു 5-6 ഗ്ലാസ് ഉണ്ട്. ഞാനത് ആവശ്യം കഴിഞ്ഞാൽ അത് കഴുകി കളഞ്ഞ് വീണ്ടും പെയിൻറ്റ് ചെയ്യും. അതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിന്ന് വേറൊരു പെയിൻറ്റ് ഉപയോഗിക്കുന്നത് ചോക്ക് പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഗ്ലാസ്സുകൾ പെയിൻറ്റ് ചെയ്യാറ്. സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് ഫാബ്രിക് പെയിൻറ്റോ അക്രിലിക് പെയിൻറ്റോ ഉപയോഗിക്കാറ്. ആ പെയിൻറ്റൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ നമ്മൾ ഗ്ലാസ്സുമ്മ പെയിൻറ്റ് ചെയ്യുമ്പോൾ വെള്ളം നനഞ്ഞാലോ നമ്മുടെ നഖം കൊണ്ട് കോറിയാലോ അത് മാഞ്ഞു പോകും. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പെയിൻറ്റ് ചെയ്താലും വെള്ളം വെച്ചത് കഴുകി കളഞ്ഞാൽ റബ്ബർ പോലെ ആ സംഭവം ഇങ്ങനെ ഊർന്നു പോരും. അതുകൊണ്ട് ഓരോ ഗ്ലാസ്സുമ്മ പെയിൻറ്റ് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് പിറ്റത്തെ വട്ടം വേറെ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അത് മാച്ച് കളഞ്ഞ് പെയിൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ചോക്ക് പെയിൻറ്റിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ്. ഞാൻ അത് കഴുകിയിട്ടില്ല. കഴുകി നോക്കുമ്പോൾ വഴിയെ പറയാം. പക്ഷേ നമ്മളങ്ങനെ കഴുകുമ്പോൾ പോവാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ കൈ കൂറുമ്പോഴൊക്കെ പോവാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ ഒരു കോട്ട് വാർണിഷ് അടിച്ചു കൊടുത്താൽ മതി. അവിടെ ഇരിക്കണ വൈറ്റും ഒരു ബോട്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ, ആ വാർണിഷാണ്. മാറ്റ് ഫിനിഷും വാർണിഷ് കിട്ടുന്നുണ്ട്, ഗ്ലോസി ഇതും കിട്ടുന്നുണ്ട്. മാറ്റ് ഫിനിഷ് എടുത്താൽ തിളക്കുണ്ടായിരിക്കില്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ 6 ഗ്ലാസ്സുകൾ ഈ ബോട്ടിൽസിലുള്ള 6 കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കളർ ചെയ്യണത്. കളർ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചെയ്യണത് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ്. നമ്മളീ പാവക്കുട്ടീനൊക്കെ ഉണ്ടാക്കാൻ വാങ്ങുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രം കഴുകണ മഞ്ഞ സ്പോഞ്ച് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതായാലും കുഴപ്പമില്ല. ഒരെണ്ണം പുതിയത് വാങ്ങിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് പെയിൻറ്റിൽ മുക്കി, കുറച്ച് പെയിൻറ്റ് എടുത്താൽ മതി, മുക്കി ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരു കോട്ട് അത് നന്നായി ഉണങ്ങിയ ശേഷം നെക്സ്റ്റ് കോട്ട് നമ്മൾ എടുക്കുക. ഓക്കെ. അപ്പോൾ സ്പോഞ്ച് നമ്മൾ കഴുകി വാഷ് ചെയ്തിട്ട് നമ്മൾ അടുത്ത കളേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ചോക്ക് പെയിൻറ്റ് ആയാലും അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് ആയാലും നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഒരു പരിപരത്തെ ഡിസൈൻ പോലെ വരാൻ വേണ്ടിയിട്ടാണ് സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. പിന്നെ പെയിൻറ്റ് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ആ മാർക്കുകൾ കാണാതിരിക്കുകയും ചെയ്യും. ഇനി ചോക്ക് പെയിൻറ്റിനെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയുണ്ട് ചോക്ക് പെയിൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ
എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. സംഭവം നമ്മുടെ അക്രിലിക് പെയിൻറ്റിനേലും കുറച്ച് വില കൂടുതലാണ് ഇതിന്. പക്ഷേ ഇത് ഇക്കോ ഫ്രണ്ട്ലി ആണ്, അതുപോലെ ടോക്സിക് ആയ കെമിക്കൽസ് ഒന്നുമില്ല. അത് വാങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന കളേഴ്സ് നല്ല അടിപൊളി കളേഴ്സാണ്. പേസ്റ്റൽ കളേഴ്സും നമ്മൾ കാണാത്ത ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് 2 കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് ഭംഗിയായിട്ട് വരുന്നുണ്ട്. നല്ലൊരു മാറ്റ് ഫിനിഷ് പോലെയാണ്, ഒരു തിളക്കോ കാര്യമൊന്നുമില്ല. മാറ്റ് ഫിനിഷ് ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോക്ക് പെയിൻറ്റ്സ് നമുക്ക് മരത്തുമ്മി ആയാലും ഗ്ലാസുമ്മി ആയാലും പേപ്പറുമ്മി ആയാലും ഒക്കെ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ 2 കോട്ട് ഈ സ്പോഞ്ച് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്ത ശേഷം എല്ലാം ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റും കേട്ടോ, അല്ലെങ്കിൽ മാർക്കർ ഉപയോഗിച്ച് എഴുതാനും പറ്റും. ഞാൻ പെൻസിൽ വെച്ചത് ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ട്, പക്ഷേ അക്രിലിക് പെയിൻറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇത് തൊടുമ്പോൾ നമുക്കൊരു സ്ലേറ്റുമ്പോൾ തൊടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഞാൻ മാർക്കർ ഉപയോഗിച്ചിട്ട് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഇമോജീസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് വരച്ചു കൊടുക്കാം, ക്യൂട്ടായിട്ടുള്ള എന്ത് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത ശേഷം ഒരു കോട്ട് വാർണിഷും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഇത് പോവാതെ അങ്ങനെ തന്നെ ഇരുന്നോളും. പക്ഷെ ഞാനത് ചെയ്യണില്ല, കാരണം എനിക്കിത് മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ഞാനിത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയൊരു ഡിസൈൻ ഇതുമ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകളാണ്. അപ്പോൾ ഈ ചോക്ക് പെയിൻറ്റ് മാഞ്ഞു പോയാൽ ഞാൻ പുതിയൊരു ഡിസൈൻ എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും ഇത് വർത്താനം പറഞ്ഞ് കുറേ പറഞ്ഞു, പക്ഷേ ഇതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് കളർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കർ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കളർ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ്സുകളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് ബോക്സും ഈ ക്രാഫ്റ്റ് ചെയ്യാം. ഞാൻ മുൻപ് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു കളറിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കാം. അതായത് കണ്ണ് പോലെ നമ്മൾ വരച്ചു കൊടുത്തതിൽ ഇത്തിരി വൈറ്റ് ഡോട്ട്സ് 1-2 ഇട്ട് കൊടുക്കുക. പിന്നെ കവിളത്ത് ചെറിയൊരു ബ്ലഷ് വരാൻ വേണ്ടി ഒരു റോസ് കളർ കൊടുക്കുക. അങ്ങനെ നമ്മളിത് എല്ലാ ഗ്ലാസ്സുകളും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്ലാസിൻ്റെ അപ്പുറത്തെ വശത്ത് വേറെ എന്തെങ്കിലും ഇമോജി വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. 2 സൈഡ് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദേ നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടും നല്ല അടിപൊളി കളേഴ്സും ആയിട്ടുണ്ട്. ഇതിൽ സ്റ്റേഷനറി വെക്കാനോ ഷോക്കേസിൽ വെക്കാനോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ സമയം 11 മണിയായി, നമുക്ക് ലഞ്ച് ഉണ്ടാക്കേണ്ട ടൈമാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ മോരുകറിയും അതിൻ്റെ കൂടെ ഒരു ഉപ്പേരിയുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പകരമായിട്ട് ഞാൻ റെസിപ്പി കാണിക്കുന്നത്, തലേ ദിവസം നമ്മളൊരു എഗ് റൈസ് ഉണ്ടാക്കിയിരുന്നു. അത് മക്കളുടെ വീഡിയോയിലാണ് ഞാൻ ഷെയർ ചെയ്തതുകൊണ്ട് പലരും റെസിപ്പി ചോദിച്ചപ്പോൾ അത് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇതിനായിട്ട് 1 കപ്പ് ബിരിയാണി അരി നന്നായി കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച ശേഷം നമ്മൾ കുതിർത്ത് വെച്ച അരി നമ്മൾ എടുത്തിട്ട് അതിലോട്ട് ചേർത്ത് ഉപ്പ് ചേർത്ത് സാധാരണ വേവിക്കുന്ന പോലെ അരി വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. വേവ് കൂടുന്നു വേണ്ട, കറക്റ്റ് വേവായിട്ട് എടുക്കുക. ഇനി വേറൊരു പാനിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കുരുമുളകും അതോടൊപ്പം തന്നെ ഒരു 3/4 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുക. പിന്നെ ഇത്തിരി വേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. ആ വേപ്പില ഒരു ക്രിസ്പി ആവണ വരെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായി ചൂടായ വേപ്പില ഒരു ക്രിസ്പി ആവണ വരെ ചൂടാക്കിയ ശേഷം നന്നായി മിക്സിയിൽ ചൂടോടെ പൊടിച്ചെടുക്കുക. ഈ രീതിയിൽ നന്നായി പൊടിച്ചെടുക്കുക. ഈ ഒരു മസാലയാണ് നമ്മൾ ഈ ഒരു റൈസിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലേവർ വരണം കേട്ടോ. ഇനി ഒരു പാനിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് തന്നെ ചേർക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. നെയ്യ് ചേർത്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു 6 പീസ് വെളുത്തുള്ളി നല്ല ചെറുതാക്കി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നമ്മൾ ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇത് രണ്ടും അരച്ച് ചേർത്താൽ നല്ലത്, അപ്പോൾ കുട്ടികൾക്ക് കടിക്കാനൊന്നും കിട്ടില്ല. പിന്നെ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തിടാം, ഇല്ലെങ്കിൽ വലിയൊരു സവാള എടുത്തിട്ട് അതിൻ്റെ ഹാഫ് ആയാലും മതി. അത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. കാരണം അത് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പിൽ താഴെയായിട്ട് ഒരു 1/4 കപ്പ് ക്യാബേജ് നീളത്തിൽ ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക.
നല്ല നീളത്തിൽ ഇതുപോലെ ചോപ്പ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ക്യാബേജ് വെന്ത ശേഷം നമ്മളിപ്പോൾ ഇത് ഒരു കപ്പ് അരിക്കുള്ള അളവിനാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്യാബേജ് ഇത്രയും മതിയാവും. ഇത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. 4 കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചെടുത്ത് അത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാവുന്നതാണ്, ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ക്യാബേജും കോഴിമുട്ടയൊക്കെ ചേർത്തപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എല്ലാം കൂടി ഉപ്പ് കൂടരുത്, കറക്റ്റായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കോഴിമുട്ടയൊക്കെ നന്നായി ഒന്ന് വെന്ത് എല്ലാം പാകമായ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി മസാല എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ആവുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്. വേറെ ഒന്നും പ്രത്യേകമായിട്ട് ഇതിൽ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് നമ്മളിതേ അത്യാവശ്യം നല്ല ഈ വെള്ളമൊക്കെ മാറ്റി എല്ലാം മാറ്റി നമ്മൾ അതിലേക്ക് ഡ്രൈ ആയിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇതിലാകെ നമ്മൾ കോഴിമുട്ടയും ക്യാബേജും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആ സ്പെഷ്യൽ ആ ഒരു ഇട്ടിരിക്കുന്ന മസാലയുടെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിന് കറിയോ കാര്യമൊന്നും ആവശ്യം വരില്ല. അപ്പോൾ ഇതൊരു വൈറ്റ് കളർ റൈസിൽ ഇങ്ങനെ ഒരു മിക്സുള്ള പോലെയാണ് ഇതിരിക്കുക. അങ്ങനെ വേറെ നമ്മൾ മഞ്ഞളോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തൊരു കളറോ കാര്യമൊക്കെ വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം വരും. ലാസ്റ്റിൽ ഒരു ടീസ്പൂൺ നെയ്യിൽ നമ്മൾ കുറച്ച് കശുവണ്ടിയും അതുപോലെ തന്നെ കിസ്മിസും കൂടി ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പാൻ ക്ലോസ് ചെയ്ത് വെക്കുക. ആ ചൂടിലെല്ലാം കൂടി അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന നേരത്തെ എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെയാണ് അതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് അങ്ങനെ കഴിക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു ബാക്കി, അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് വെച്ചിട്ട് 65 പോലെ ഉണ്ടാക്കിയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. പിന്നെ സലാഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ മയോണൈസ് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ റൈസ് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനായാലും കുട്ടികൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ വൈകുന്നേരം ഞങ്ങൾ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ബാക്കിയുള്ളത് ആവി വെച്ചിട്ടാണ് ചൂടാക്കാറ്. അപ്പോൾ എല്ലാം നന്നായി ചൂടായി കിട്ടുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ ബിരിയാണിക്ക് ആയാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈമാണ്. അപ്പോൾ ഞാൻ ഇത്തിരി നേരം ഇരുന്ന് ബുക്ക് വായിക്കാം. അപ്പോൾ കുറേ ആയി ബുക്ക് വായനയൊക്കെ പഴയ പോലെ അല്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ മഴയാണല്ലോ, അപ്പോൾ ആ സമയത്ത് ബുക്ക് വായിക്കാമെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഇതാണ്. മഴ എന്ന് വെച്ചൊരു തണുപ്പ് ക്ലൈമറ്റ്. അപ്പോൾ ബുക്കൊക്കെ വായിച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം. അപ്പോൾ ഞാൻ വായിക്കുന്നത് ഈ ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 2 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വായിക്കാനായിട്ട് ഇരുന്നിട്ട് കഷ്ടിച്ചൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വായിക്കുമ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ. പണ്ടൊക്കെ വായിക്കാതിരുന്നാൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള സമയമാണെങ്കിൽ ഇങ്ങനെ വായിക്കണതേ ഞാൻ അറിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് വായിച്ചു തുടങ്ങി കുറച്ച് എനിക്ക് ഉറക്കം വരും. എന്നാലും സാരില്ലേ, ഞാൻ ഇത്തിരിയെങ്കിലും എന്തെങ്കിലും വായിക്കും. കാരണം നമ്മൾ കൂടുതൽ സമയവും ഫ്രീ ടൈം കിട്ടുമ്പോൾ ടി വിയോ ഫോണിലോ അങ്ങനത്തെ എന്തെങ്കിലും വായന എന്ന് പറഞ്ഞ സംഭവമേ കുറവാണ്. അപ്പോൾ അത് കഴിഞ്ഞതേ 4 മണിയായി. അപ്പോൾ മഴ കാര്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് വളരെ സന്തോഷമായി. ഇന്ന് പുറത്ത് കളിക്കാലോ, കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങളിതേ ചായ കുടിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് സാധാരണ സംസാരിച്ചൊക്കെ അവിടെ ഇരിക്കും. ഒരു 5 മണി വരെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് അവരുടെ കൂടെ ഇരിക്കാനുള്ള ടൈമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഒപ്പം മക്കളുടെ കൂടെ ഇരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും കൂടിയിട്ട് നമുക്ക് കിട്ടുമ്പോൾ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് അവർക്കും വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ സമയം 5 മണിയാവുമ്പോഴാണ് ഞാനിപ്പോൾ കുറച്ച് നേരം എക്സസൈസ് ചെയ്യണത്. അപ്പോൾ കാലത്ത് എഴുന്നിട്ടുള്ള എക്സസൈസ് പരിപാടിയൊക്കെ ഇപ്പോൾ ആകെ റുട്ടീനൊക്കെ മാറിയോടുകൂടി ആ പരിപാടി ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും ഇപ്പോൾ വൈകിട്ടാണ് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക.
ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് നമ്മുടെ ഒരു ഏജ് മാറി കഴിയുമ്പോൾ തനിയെ കൂടാൻ തുടങ്ങും. നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചാലും കാര്യമില്ല, അതൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ തനിയെ എക്സസൈസ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല. പക്ഷേ നമ്മൾ എക്സസൈസ് ചെയ്ത് തുടങ്ങിയാലും പെട്ടെന്ന് തന്നെ ഒരു വെയിറ്റ് കുറവൊന്നും പെട്ടെന്ന് അങ്ങോട്ട് വരില്ല. നല്ലൊരു ഡയറ്റും കൃത്യമായ എക്സസൈസും മടിയില്ലാതിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പൊതുവേ കുറച്ച് മടിയാണ് സെൽഫ് കെയറിന്, അതുകൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സമയം ഇപ്പോൾ ദേ 6:30 അപ്പോൾ അതേ കുറച്ച് സമയം വൈകുന്നേരത്ത് എനിക്ക് കാര്യമായിട്ട് പണികൾ ഉണ്ടാവാറില്ല. ഞാൻ ഉച്ചയ്ക്ക് ഓൾറെഡി കറിയും കാര്യമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ചിലപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും, ചില ദിവസം ഗോതമ്പ് ദോശയായിരിക്കും. അപ്പോൾ അത് ആ ടൈം ആകുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇന്ന് മക്കൾ വൈകുന്നേരം പഠിക്കാനൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല, മുടക്കായിരുന്നു. അപ്പോൾ അവർ കളിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് എംബ്രോയിഡറി തയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അന്ന് പറഞ്ഞില്ലേ വീഡിയോയിൽ, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് എടുക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയായി. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. കുറച്ചേ എനിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മുഴുവനും ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്ക് പല റെസ്പോൺസിബിലിറ്റി വീട്ടിലുണ്ട്, പല കാര്യങ്ങൾ വരും. നമ്മളിത് ചെയ്യാനിരിക്കുമ്പോഴാവും രണ്ടുപേരും കൂടി അവിടെ ചിലപ്പോൾ തല്ലുകൂടുന്നുണ്ടാവും. അമ്മ എന്നെ അവൾ പിച്ചി, റോച്ചു എന്നെ മാന്തി എന്നൊക്കെ പറഞ്ഞ് തല്ലൂട്ടും ബഹളമാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുമ്പോഴേ നല്ല റിലാക്സ് ആയിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ക്ഷമ പോവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനിങ്ങനത്തേക്ക് ഈ ക്രാഫ്റ്റ് ആയാലൊക്കെ ചെയ്യാനിരുന്നാലും എനിക്ക് ചില നേരത്ത് ദേഷ്യം വരും. ഇങ്ങനെയൊക്കെ നമുക്ക് ഡിസ്റ്റർബൻസ് വരുമ്പോൾ നമുക്ക് പകുതി വഴിക്ക് ഇട്ടിട്ട് പോകേണ്ടി വരും. പക്ഷേ അതൊന്നും നമുക്ക് ഒരു തടസ്സമല്ല. നമുക്കൊരു കാര്യം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തും. അപ്പം നമുക്ക് എനർജി കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും പറയൂല, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എനർജി ഇല്ല, ഒരു ഉഷാർ തോന്നുന്നില്ല ഒരു കാര്യം ചെയ്യാനായിട്ട്, നമ്മൾ പല ജോലികൾ മാറ്റി വെക്കുന്നു. ഇതിനൊക്കെ ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യണില്ല. ഫുൾ ടൈം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അർജൻറ്റ് ഉള്ളതാണോ അർജൻറ്റ് അല്ലാത്തതാണോ എന്തായാലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ എനർജി ഓട്ടോമാറ്റിക്കലി ഫുള്ളായിട്ട് പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ എനർജി നമ്മൾ നല്ലൊരു ഇതിലോട്ട് നമ്മൾ വരണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും, മേ ബി സിനിമ കാണുന്നതാവാം, ചിലപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാവാം, കുറച്ച് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, പിന്നെ അഗെയിൻ സ്റ്റാർട്ട് വർക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി കിട്ടും, നമുക്ക് ടൈം ലാഭിക്കാനും നമ്മളുടെ ദിവസം നന്നാവാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ നിർത്താണ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും എൻ്റെ കൂട്ടുകാരെ കാണാൻ ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ. അതുപോലെ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബൈ.